നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹലീമ ബീവി തിരികെ മക്കയിൽ എത്തിച്ചതിന് ശേഷം ഏകദേശം 2 വർഷത്തോളം അദ്ദേഹം തൻ്റെ ഉമ്മയായ ആമിന ബീവിയുടെ തണലിലാണ് വളർന്നത്. 4 വയസ്സു മുതൽ 6 വയസ്സുവരെ നബി തങ്ങൾ മക്കയിൽ ഉമ്മയോടൊപ്പം കഴിഞ്ഞു. പിതാവില്ലാത്ത കുഞ്ഞിന് ആമിന ബീവി വലിയ സ്നേഹവും കരുതലും നൽകി. ഈ സമയത്താണ് നബി തൻ്റെ കുടുംബത്തെക്കുറിച്ചും പിതാവ് അബ്ദുള്ളയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുന്നത്. മദീനയിലുള്ള തൻ്റെ ബന്ധുക്കളെ കാണാനും പിതാവ് അബ്ദുള്ളയുടെ ഖബർ സന്ദർശിക്കാനുമായി ആമിന ബീവി തീരുമാനിച്ചു. അബ്ദുൽ മുത്തലിബിനോട് ആമിന ബീവി അനുവാദം ചോദിച്ചു. തൻ്റെ മകൻ അബ്ദുള്ളയുടെ ഓർമ്മകൾ മദീനയിലുള്ളതുകൊണ്ട് അദ്ദേഹം സന്തോഷത്തോടെ സമ്മതിച്ചു. അബ്ദുൽ മുത്തലിബിൻ്റെ ഉമ്മയും മദീനക്കാരിയായിരുന്നു. അതിനാൽ മദീനയുമായുള്ള ബന്ധം പുതുക്കുന്നത് കുടുംബത്തിന് വലിയ കാര്യമായിരുന്നു. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഏകദേശം 450 കിലോമീറ്ററോളം ദൂരമുണ്ട്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെയുള്ള ആ യാത്രക്ക് വേണ്ട സജ്ജീകരണങ്ങൾ അബ്ദുൽ മുത്തലിബ് തന്നെ നേരിട്ട് ചെയ്തു. 2 ഒട്ടകങ്ങളെയാണ് യാത്രക്കായി ഒരുക്കിയത്. ഒരു ഒട്ടകപ്പുറത്ത് ആമിന ബീവിയും കുഞ്ഞു മുഹമ്മദ് നബി തങ്ങളും, മറ്റൊന്നിൽ വിശ്വസ്തനായ പരിചാരിക ഉമ്മു ഐമനും ഭക്ഷണ സാധനങ്ങളും. യാത്ര തിരിക്കുന്ന ദിവസം അബ്ദുൽ മുത്തലിബ് തൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി. 6-ാം വയസ്സിൽ ഒരു വലിയ യാത്രക്ക് തയ്യാറെടുക്കുന്ന മുഹമ്മദിൻ്റെ കണ്ണുകളിൽ കൗതുകമായിരുന്നു. ഉമ്മു ഐമൻ നബിയുടെ ചെറിയ വസ്ത്രങ്ങളും മറ്റും ഒട്ടകപ്പുറത്ത് കെട്ടിവെച്ചു. മക്കയുടെ അതിർത്തി വരെ അവരെയാക്കി അബ്ദുൽ മുത്തലിബ് മടങ്ങി. സൂക്ഷിച്ചു പോകണം, തിരിച്ചെത്തുന്നതുവരെ ഞാൻ കാത്തിരിക്കും എന്ന് അദ്ദേഹം ആമിന ബീവിയോട് പറഞ്ഞിട്ടുണ്ടാകണം. ആമിന ബീവി തൻ്റെ പ്രിയതമൻ്റെ ഖബർ കാണാനുള്ള വികാരഭരിതമായ മനസ്സോടെയും മകൻ്റെ കയ്യിൽ പിടിച്ച് ആ പ്രകാശപൂർണമായ യാത്ര ആരംഭിച്ചു. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കൂടെ മദീനയിലേക്ക് പോകുമ്പോൾ കുഞ്ഞു മുഹമ്മദിൻ്റെ ഉള്ളിൽ വലിയ ആവേശമായിരുന്നു. ഉമ്മയുടെ മാതൃകുടുംബത്തെ കാണാം, അതിലുപരി തൻ്റെ ഉപ്പ അബ്ദുള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ് കാണാം. മദീനയിലെ ഒരു മാസക്കാലം സന്തോഷത്തിൻ്റെതായിരുന്നു. അവിടെയുള്ള ബനു നജ്ജാർ കുടുംബത്തിലെ കുട്ടികളോടൊപ്പം അദ്ദേഹം കളിച്ചു. അവർ നീന്താൻ പഠിപ്പിച്ചതും മദീനയിലെ വീടിന് മുകളിൽ പക്ഷികൾ വന്നിരുന്നതുമൊക്കെ പിൽക്കാലത്ത് നബി തങ്ങൾ അതിയായ സന്തോഷത്തോടെ ഓർക്കുമായിരുന്നു. ഈ യാത്രയിലാണ് നബി തങ്ങൾ ആദ്യമായി തൻ്റെ പിതാവിൻ്റെ വിയോഗം എത്രത്തോളം വലുതാണെന്ന് നേരിട്ട് മനസ്സിലാക്കുന്നത്. മദീനയിലെത്തിയപ്പോൾ അവർ താമസിച്ചത് നബിയുടെ ഉപ്പ മരിച്ച അതേ വീട്ടിലായിരുന്നു. 1 മാസക്കാലം അവിടെ കഴിഞ്ഞപ്പോൾ ആ കൊച്ചു മുഹമ്മദ് തൻ്റെ ഉമ്മയോട് ഉപ്പയെക്കുറിച്ച് ഒരുപാട് ചോദിച്ചറിഞ്ഞിരിക്കാം. മദീനയിലെ ആ 1 മാസക്കാലം 6 വയസ്സുകാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളിലൊന്നായിരുന്നു. പിൽക്കാലത്ത് പ്രവാചകനായ ശേഷം മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ ഓരോ തെരുവുകളും കാണുമ്പോൾ താൻ കുട്ടിക്കാലത്ത് അവിടെ ചിലവഴിച്ച നിമിഷങ്ങൾ അവിടുന്ന് സ്വഹാബാക്കളുമായി പങ്കുവെക്കുമായിരുന്നു. മദീനയിലെ ബനു നജ്ജാർ കുടുംബത്തിൻ്റെ തോട്ടത്തിനടുത്തുള്ള ഒരു വലിയ കുളത്തിൽ വെച്ചാണ് താൻ നീന്താൻ പഠിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് ഓർത്തെടുത്തിട്ടുണ്ട്. മക്കയിൽ വെള്ളം വളരെ കുറവായതുകൊണ്ട് നീന്താൻ അവസരമുണ്ടായിരുന്നില്ല. മദീനയിലെ തൻ്റെ സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം വെള്ളത്തിൽ ചാടി മറിഞ്ഞ ആ ദിവസങ്ങൾ നബിക്ക് വലിയ സന്തോഷം നൽകിയ ഒന്നായിരുന്നു. നബിയും ഉമ്മയും താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിൽ വന്നിരിക്കാറുള്ള പക്ഷികളെ അവിടുന്ന് കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. ഒരിക്കൽ മദീനയിൽ വെച്ച് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ വീട്ടിലായിരുന്നു ഞാൻ എൻ്റെ ഉമ്മയോടൊപ്പം താമസിച്ചിരുന്നത്. ഈ വീടിന് മുകളിലേക്ക് പറന്നു വരാറുള്ള പക്ഷികളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. മദീനയിലെ കുട്ടികൾ അക്കാലത്ത് നടത്തിയിരുന്ന ചെറിയ വിനോദങ്ങളിൽ നബിയും പങ്കുചേർന്നിരുന്നു. പിൽക്കാലത്ത് മദീനയിലെ ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ഈ മൈതാനത്താണ് ഞാൻ കുട്ടികളോടൊപ്പം കളിച്ചിരുന്നത്.
മദീനയിലെ അൻസാരികളോട് നബിക്കുണ്ടായിരുന്ന പ്രത്യേക സ്നേഹത്തിനൊരു കാരണം ഈ കുട്ടിക്കാലത്തെ ബന്ധം കൂടിയായിരുന്നു. തൻ്റെ പിതാവ് അബ്ദുള്ളയെക്കുറിച്ച് ഉമ്മ പറഞ്ഞു തന്ന കഥകൾ കേട്ട് വളർന്ന നബി ആദ്യമായി ഉപ്പയുടെ ഖബറിനു മുന്നിൽ നിന്നു. 6 വയസ്സുകാരനായ മകൻ്റെ ആ നിൽപ്പ് ആമിന ബീവിയെ ഒരുപാട് കരയിപ്പിച്ചു. ആ സങ്കടങ്ങൾക്കിടയിലും മകൻ്റെ മുഖത്തെ പ്രകാശം അവർക്ക് ആശ്വാസം നൽകി. മദീനയിലെ ആ സന്തോഷം നിറഞ്ഞ ഒരു മാസത്തിനു ശേഷമാണ് അവർ മക്കയിലേക്ക് മടങ്ങിയത്. മദീനയിലെ ബന്ധുക്കളോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കുഞ്ഞു മുഹമ്മദിൻ്റെ ഉള്ളിൽ ഉപ്പയുടെ ഖബർ കണ്ട സംതൃപ്തിയും ഉമ്മയുടെ കൂടെയുള്ള സുരക്ഷിതാബോധവും ഉണ്ടായിരുന്നു. 2 ഒട്ടകങ്ങളിലായി ആമിന ബീവി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു ഐമൻ എന്നിവർ മണലാരണ്യത്തിലൂടെ മക്ക ലക്ഷ്യമാക്കി